ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡാണ് എല്ലായിടത്തും പ്രധാന ചർച്ചാ വിഷയം. ഏക സിവിൽ കോഡുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എതിർപ്പുമായി കൂടുതൽ സംഘടനകൾ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിലേക്ക് വന്നാൽ CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നിങ്ങനെ എല്ലാ BJP ഇതര പാർട്ടികൾക്കും ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഏറെക്കുറെ ഒരേ നിലപാടാണ്. ഈ കോഡ് വേണ്ട എന്ന നിലപാട് തന്നെയാണ് എല്ലാവർക്കും. പാർട്ടി ഭേദമന്യേ ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കണം എന്നാണ് എല്ലാവർക്കും പൊതു അഭിപ്രായം. എങ്കിലും സമരം മുന്നിൽ നിന്ന് നയിക്കുന്നത് ആരാണ് എന്ന പ്രതീതിയിൽ തങ്ങളുടെ പാർട്ടി മുന്നിൽ വരണമെന്നും തങ്ങളാണ് വല്യേട്ടൻ എന്നും കാണിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് CPM അടക്കമുള്ള പാർട്ടികൾ ഇതിനെ കാണുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തങ്ങൾ നടത്തുന്ന പ്രതിഷേധ പരിപാടികളിൽ എല്ലാ പാർട്ടികളും അണിചേരണം എന്നാണ് കോൺഗ്രസിന്റെയും CPMന്റെയും ഉള്ളിലിരിപ്പ്. എന്നാൽ ഇതിൽ CPM കൈക്കൊണ്ട തന്ത്രം ഈ വിഷയത്തിന്റെ പേരിൽ UDFൽ ഒരു വിള്ളലുണ്ടാക്കി ലീഗിനെ അടക്കം തങ്ങളുടെ പക്ഷത്ത് എത്തിക്കുക എന്നതാണ്. ഒപ്പം സമസ്തയെയും കൂടെ നിർത്തിക്കൊണ്ട് കോൺഗ്രസിനേക്കാൾ മുസ്ലിം സൗഹൃദമായ ഒരു പാർട്ടി തങ്ങളുടേതാണ് എന്ന പ്രതീതി ഉണ്ടാക്കാനും CPM ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ രണ്ട് ശ്രമങ്ങളും പാളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏക സിവിൽ കോഡിനെതിരെ CPM 15-ാം തീയതി കോഴിക്കോട് നടത്താനിരുന്ന സെമിനാറിൽ പങ്കെടുക്കില്ല എന്ന് മുസ്ലിം ലീഗ് അറിയിച്ചു കഴിഞ്ഞു. ഏക സിവിൽ കോഡിനെതിരായ CPM സെമിനാർ സംഘാടനത്തിന് ഇല്ലെന്ന് സമസ്തയും ഇതിനോടകം വ്യക്തമാക്കി എന്ന വാർത്തയും പുറത്തു വന്നു കഴിഞ്ഞു. ലീഗിന്റെ തീരുമാനം വന്നത് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ്. കോൺഗ്രസിനെ മാറ്റി നിർത്തി മുന്നോട്ടു പോകാനാകില്ലെന്നും ലീഗ് യോഗത്തിൽ വ്യക്തമാക്കി. മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിക്കാനുള്ള CPM തന്ത്രത്തിൽ വീഴേണ്ടതില്ല എന്നാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. സിവിൽ കോഡിനെതിരായ CPM സെമിനാറിന്റെ സംഘാടക സമിതികളിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കില്ലെന്ന് സംസ്ഥാന നേതാവ് മുസ്തഫ മുണ്ടുപാറയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മുസ്തഫ മുണ്ടുപാറയെ CPM സംഘാടക സമിതിയുടെ വൈസ് ചെയർമാൻ ആക്കിയിരുന്നു. എന്നാൽ ഇത് താൻ അറിഞ്ഞിരുന്നില്ല എന്നും സമസ്തയുടെ തീരുമാനം അംഗീകരിച്ച് സംഘാടക സമിതിയുടെ ഭാഗമാകാണ്ട എന്ന് തീരുമാനിച്ചു എന്നുമാണ് ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഏക സിവിൽ കോഡ് ഉയർത്തിക്കാട്ടി കോൺഗ്രസിൽ ഭിന്നത സൃഷ്ടിക്കാനുള്ള നീക്കത്തിൽ CPMന് ചുവട് പിഴച്ചു എന്ന് വേണം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ സിവിൽ കോഡിനെതിരെ CPM നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കേണ്ട എന്ന മുസ്ലിം ലീഗ് തീരുമാനം കോൺഗ്രസിന് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. എങ്കിലും വിഷയത്തിൽ നിലപാട് എടുക്കാത്തതിനെതിരെ പാർട്ടിക്ക് മേൽ ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നത് കോൺഗ്രസിനും തലവേദനയാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ.